ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് നമ്മുടെ ഹോണ്ട ഡിയ വണ്ടി ജനറൽ സർവീസായിട്ട് കയറ്റിയതാണ്. അപ്പോൾ ജനറൽ സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അതിൻ്റെ ബാക്ക് ബ്രേക്ക് ലൈനറൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. ബ്രേക്ക് ലൈനർ നമുക്കതിൻ്റെ ഇതുമ്പോൾ കിടക്കുന്ന കമ്പനി ലൈനറാണ്, ഹോണ്ടയുടെ ഒറിജിനൽ ലൈനർ തന്നെയാണ്. നമുക്ക് ആ ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്തിട്ടൊന്ന് റീസെറ്റ് ചെയ്തിടാം. പിന്നെ നമുക്ക് അതിൻ്റെ ഗിയർ ബോക്സിൻ്റെ ഓയിൽ നോക്കിയിരുന്നു, വേറെ കംപ്ലൈൻ്റ് ഒന്നുമില്ല, നല്ല ഓയിലാണ്. പിന്നെ അതേപോലെ തന്നെ എയർ ഫിൽട്ടർ യൂണിറ്റ് നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ തൽക്കാലം നമുക്ക് ഈ സർവീസും കൂടി നമുക്ക് ഇതേ ഫിൽട്ടർ തന്നെ ഉപയോഗിക്കാം. തീരെ മോശം എന്ന് പറയാൻ പറ്റില്ല, അത്യാവശ്യം കുറച്ച് പൊടിയൊക്കെ ഉണ്ട്, എങ്കിലും അതൊന്ന് തുടച്ച് ക്ലീനാക്കി റീസെറ്റ് ചെയ്യാം. ക്ലച്ചിനകത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് ക്ലച്ചിൽ വേറെ പറയത്തക്ക ഓയിൽ ലീക്കേജോ കാര്യങ്ങളൊന്നും ഇല്ല. ഇവിടെ ചെറിയൊരു നനവ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഈ ഓയിൽ സീൽ വേണമെങ്കിൽ മാറ്റിയിടാം. കാരണം എന്താ വെച്ചാൽ ഒരല്പം ഒഴിയാകുന്നുണ്ട് താഴേക്ക്, നിസ്സാരമേ ഉള്ളൂ. പക്ഷേ നമുക്ക് ഇനി അടുത്ത സർവീസ് വരുമ്പോഴത്തേക്കും ചിലപ്പോൾ 10,000 കിലോമീറ്റർ നമുക്ക് ഓടണമല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ട് അതിനിടയിൽ ലീക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് പ്രത്യക്ഷത്തിൽ പിന്നെ അതിനിടയിൽ കയറ്റി കഴിക്കേണ്ടി വരും. അപ്പോൾ ഇത് നമുക്കൊന്ന് മാറ്റിയിടാം. ഇവിടെ വേറെ പ്രശ്നമൊന്നുമില്ല, ക്ലച്ച് ഷാഫ്റ്റിൻ്റെ ഒന്നും വേറെ പറയത്തക്ക കംപ്ലയിൻ്റ് ഇല്ല. പിന്നെ ബെൻഡെക്സ് ആയാലും വർക്കിംഗ് ഒന്ന് ചെക്ക് ചെയ്യുമ്പോൾ കുഴപ്പമൊന്നുമില്ല, ഓക്കെ ആയിട്ട് കാണിക്കുന്നുണ്ട്. ഇതതിൻ്റെ വേരിയേറ്റർ ബോഡി, റോളർ, ബോസ് ഡ്രൈവ് യൂണിറ്റൊക്കെയാണ് നോർമൽ സാധാരണ രീതിയിലുള്ള തേമാനൊക്കെ ഉള്ളൂ. ഇത് വെയിറ്റ് സെറ്റ് വന്ന യൂണിറ്റാണ്. ക്ലച്ചിൻ്റെ വർക്കിംഗ് ഓക്കെയാണ്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ക്ലച്ച് ഔട്ടർ യൂണിറ്റ് ആയാലും നമുക്കൊന്ന് പേപ്പറോട്ടൊക്കെ ഒന്ന് പിടിച്ച് ക്ലീനാക്കി റീസെറ്റ് ചെയ്തിടുക. കിക്കറിൻ്റെ വീലായാലും നമുക്കൊന്ന് അഴിച്ച് ഗ്രീസ് ചെയ്തിടാം കേട്ടോ. അത്യാവശ്യം പൊടിയുണ്ട്, ബെൽറ്റ് വർക്ക് ചെയ്തതിൻ്റേതായിട്ടുള്ള ഒരു പൊടിയൊക്കെ ഇതിനകത്ത് കാണപ്പെടുന്നുണ്ട്. നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് അരടിച്ച് ക്ലീനാക്കി നമുക്കൊന്ന് റീസെറ്റാക്കി എടുക്കാം. പിന്നെ ചോക്കിൻ്റെ കേബിളൊക്കെ ആയാലും നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ വർക്കിംഗ് ഓക്കെയാണ്. ആക്സിലേറ്റർ കേബിളായാലും വേറെ പറയത്തക്ക കംപ്ലയിൻ്റ് ഒന്നുമില്ല. അപ്പോൾ നമ്മൾ ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് ഫ്രണ്ട് സൈഡ് വെട്ടി തേയുന്ന ടയറിൻ്റെ സൈഡ് വെട്ടി തേയുന്ന ഒരു കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് മൈന്യൂട്ടായിട്ട് അതിനകത്ത് കാണപ്പെടുന്നുണ്ട് റൈറ്റ് സൈഡിൽ. അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഈ സ്കൂട്ടർ മോഡൽ വണ്ടികൾ താരതമ്യേന നമുക്ക് റൈറ്റ് സൈഡിൽ തേമാനം ഒരല്പം ഉണ്ടാവും. ഇത് പൊടിക്ക് കൂടുതലുണ്ട്. അപ്പോൾ അത് നമുക്ക് നോക്കുന്ന സമയത്ത് നമുക്ക് ഈ സൈഡിലെ ബുഷുകളാണ് അതിൻ്റെ ഒരു മേജറായിട്ടൊരു കാരണം എന്ന് പറയാനായിട്ട്. ശരിക്കും നമുക്ക് ഈ ലിങ്ക് ടൈപ്പ് സസ്പെൻഷനാണ് ഫ്രണ്ട് വരാം. ഇതിപ്പോൾ നമ്മളത് ക്ലിയർ ചെയ്തിട്ടാൽ കൂടി നമുക്ക് കുറേ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും റൈറ്റ് സൈഡ് തേമാനം ഒരല്പം കൂടി കാണിക്കുക. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ടയർ മാറ്റിയിടുമ്പോൾ എപ്പോഴും നമുക്ക് ഫ്രണ്ടിലിടുന്ന ടയർ ഫ്രണ്ടിലിടുന്നതല്ല, നമുക്ക് ഈ മോഡൽ ഡിസൈൻ കണ്ടോ, ഇതിനെ ശരിക്കും സാപ്പർ മോഡൽ എന്ന് പറയാം. അത് ഏത് കമ്പനിയുടെ ആയാലും ഡിസൈൻ ചൂസ് ചെയ്യുമ്പോൾ ഇതായിരിക്കും കുറേ കൂടി ബെറ്റർ. കാരണം ചിലപ്പോൾ അപ്പോളോ ആയാലും MRF ആയാലും സിയറ്റിൻ്റെ ആയാലും ഏതെടുത്താലും നമുക്ക് ഇതാണ് കുറച്ചും കൂടി നമുക്ക് നല്ല ഒരു ഉപയോഗിക്കുമ്പോൾ നമുക്ക് കംപ്ലയിൻസ് കുറവായിട്ട് കണ്ടേക്കുന്നത് ഈ മോഡൽ ടയറാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എപ്പോഴും പുതിയ ടയർ ഇടുമ്പോൾ ഫ്രണ്ടിലിടാം, ഫ്രണ്ടിലുള്ള ടയർ ബാക്കിലേക്ക് യൂസ് ചെയ്യണമെന്നാണ് ഏറ്റവും നല്ലത്. കാരണം അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ആ തേമാനത്തിൽ ചെറിയ വേരിയേഷൻ വന്നാൽ കൂടി അതങ്ങോട്ട് റൊട്ടേറ്റ് ചെയ്ത് പോയിക്കോളും. അപ്പോൾ രണ്ടും ഒരേ സൈസാണ്, നമുക്ക് ഫ്രണ്ട് ടയറും ബാക്ക് ടയറും ഒരേ സൈസാണ് തന്നെ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് റൊട്ടേഷന് വേറെ പ്രോബ്ലം ഇല്ല. ഞാനിതിൻ്റെ ബാക്കിലത്തെ ടയർ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. കാരണം ബാക്കിലത്തെ ടയർ കിടക്കുന്നത് ശരിക്കും ഈ മോഡൽ ടയറൊക്കെ ഉപയോഗിക്കാതിരിക്കുക. കാരണം വെച്ചാൽ ഓവർ ഗ്രിപ്പുള്ള മോഡൽ വരുമ്പോഴുള്ള പ്രോബ്ലം എന്ന് വെച്ചാൽ ഇതിൻ്റെ തേമാനം നോക്കുമ്പോൾ കറക്റ്റ് ഫ്ലാറ്റായിട്ടാണ് തേഞ്ഞു പോവാം. അപ്പോൾ അത് ശരിക്കും ഹാൻഡിലിങ് നമുക്ക് ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും ഹാൻഡിൽ ചെയ്യാനായിട്ട് ചെറിയൊരു ബുദ്ധിമുട്ടാണ്. നമുക്കത് കൃത്യമായിട്ട് മനസ്സിലാവണമെന്നില്ല ഓടിക്കുമ്പോൾ. അപ്പോൾ ആ ലോഡ് മൊത്തം ടയർ എടുക്കുക. അപ്പോൾ അതും ഒരു കാരണമാണ് ഫ്രണ്ട് ടയർ അലൈൻമെൻറ്റിൽ വേരിയേഷൻ വന്നതിൻ്റെ ഒരു റീസൺ അതും ഉണ്ട് കേട്ടോ. അപ്പോൾ എപ്പോഴും നമുക്കിപ്പോൾ നിലവിൽ ഫ്രണ്ടിൽ കിടക്കുന്ന ടയർ മോഡൽ സാപ്പർ മോഡൽ ടയർ യൂസ് ചെയ്യുകയാണെങ്കിൽ റൊട്ടേഷൻ ചെയ്ത് പോകാം എപ്പോഴും. അപ്പോൾ ബാക്കിൽ ഇപ്പോൾ കിടക്കുന്ന ടയർ ഫ്രണ്ടിലേക്ക് നമുക്ക് ഇടാൻ പറ്റില്ല. അപ്പോൾ ഓൾറെഡി നല്ലൊരു ഹാൻഡിലുമ്പോൾ നല്ല ബലം അനുഭവപ്പെടും. അപ്പോൾ എപ്പോഴും അത് ചൂസ് ചെയ്യുന്നത് നല്ലത്. ഇതിപ്പോൾ തന്നെയും നെക്സ്റ്റ് ഇപ്പോൾ അടുത്ത ടയറും ചേഞ്ച് ചെയ്യുന്ന സമയത്ത് മാറ്റിയിട്ടാലും മതി. ചേഞ്ച് ചെയ്യുന്ന സമയത്ത് മാറ്റിയിട്ട് പുതിയ ടയർ ഫ്രണ്ടിലിടാം, ഫ്രണ്ടിൽ കിടക്കുന്ന ടയർ ബാക്കിലേക്ക് ഡിസ്ക് അടക്കം അഴിച്ചിട്ടാൽ മതി. വേറെ നമുക്ക് അതിന് അഡീഷണൽ കോസ്റ്റോ കാര്യങ്ങളൊന്നും വന്നില്ല. പിന്നെ നമുക്ക് അതിൻ്റെ ബാറ്ററിയുടെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യണം. ബാറ്ററി നമ്മൾ നോക്കുമ്പോൾ വണ്ടി വന്നപ്പോഴുള്ള ബാറ്ററിയാണ് ഇപ്പോൾ നിലവിൽ വണ്ടിയും ഇരിക്കണേ. അപ്പോൾ നമ്മളതിൻ്റെ വോൾട്ടും ബാറ്ററിയുടെ കണ്ടീഷനും കൂടി ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട്. വോൾട്ട് ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കിതിനകത്ത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. 12.62 ഇഞ്ചിൽ വോൾട്ട് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ബാറ്ററി ടെസ്റ്റ് മോഡിലേക്ക് കൊടുക്കുകയാണ്. ബാറ്ററി ടെസ്റ്റിലേക്ക് കൊടുക്കുമ്പോൾ കറക്റ്റ് കണ്ടീഷനകത്ത് കാണിക്കും. ഇപ്പം നിലവിൽ ബാറ്ററി ഡാമേജ് ആയിട്ടാണ് കാണിക്കണേ. പോയ ബാറ്ററി ആയിട്ടാണ് ഇപ്പോൾ കാണിക്കണേ. എങ്കിൽ കൂടി സെൽഫൊക്കെ വർക്കിംഗ് ആണ്. അപ്പോൾ ആയതിനാൽ ബാറ്ററി തൽക്കാലം നമുക്ക് അത് തന്നെ യൂസ് ചെയ്യാം, കുഴപ്പമില്ല. പക്ഷേ നമുക്ക് എപ്പോൾ വേണമെങ്കിലും സെൽഫിൻ്റെ ഒരു കംപ്ലയിൻറ്റ് നമുക്ക് വണ്ടിക്ക് അനുഭവപ്പെടും. അപ്പോൾ ഓൾറെഡി ബാറ്ററി ആണെന്നുള്ള ദിവസം മനസ്സിലാക്കുക. കാരണം ഞാൻ ഹോൺ ഇൻഡിക്കേറ്റർ അതൊക്കെ വർക്ക് ചെയ്യണമെങ്കിൽ ജസ്റ്റ് വോൾട്ട് മതി. സെൽഫ് മോട്ടോർ വർക്ക് ചെയ്യണമെങ്കിൽ ഓൾറെഡി നമുക്ക് ബാറ്ററി പവർഫുൾ ബാറ്ററി ആണെങ്കിൽ കറക്റ്റ് ആംപിയറൊക്കെ ഉണ്ടെങ്കിലാണ് സെൽഫ് എടുക്കുകയുള്ളൂ. അപ്പോൾ വലിയ താമസമില്ലാണ്ട് നമുക്കതൊരു മാറ്റേണ്ട ഒരു സിറ്റുവേഷനിലേക്ക് എത്തും ബാറ്ററി കേട്ടോ. അപ്പോൾ അതൊന്നും അറിഞ്ഞിരിക്കാം. പിന്നെ സ്പാർക്ക് പ്ലഗ് ആയാലും നമുക്ക് ഒന്ന് ക്ലീനാക്കി ഒന്ന് റീസെറ്റ് ചെയ്താൽ മതി. എയർ ഫിൽറ്റർ മാറ്റുന്ന കൂട്ടത്തിൽ കൂടെ
പ്ലഗ് ചേഞ്ച് ചെയ്ത് തരാം. സെക്കൻഡ് റിഫ്ലക്റ്റീവ് യൂണിറ്റ് ആയാലും പുതിയതാണ് കിടക്കുന്നത്, വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ എഞ്ചിൻ ഓയിൽ മാറുന്നുണ്ട്. മെയിനായിട്ട് നമ്മൾ ചെയ്യുന്ന വർക്ക് എന്ന് പറഞ്ഞാൽ ഒന്ന് എഞ്ചിൻ ഓയിൽ മാറുന്നുണ്ട്. പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്ക് ആ ബുഷ് സെറ്റുകൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ലിങ്കിൻ്റെ ബുഷുകൾ ചേഞ്ച് ചെയ്യുന്നുണ്ട്, ഷോക്കിൻ്റെ ബുഷ് ചേഞ്ച് ചെയ്തിടുന്നുണ്ട്, ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് തരുന്നുണ്ട്. പിന്നെ ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ക്ലച്ചിനകത്ത് ആ ഓയിൽ സീൽ വരണം. ചെറിയ ലീക്ക് കാണിച്ചു കൊടുക്കിയിട്ടുള്ളൂ, എങ്കിൽ കൂടി നമുക്കത് മാറ്റിയിട്ടേക്കാം. ഇനിയിപ്പോൾ അത് കണ്ടിട്ട് ഇനി അത് നമ്മൾ അവോയ്ഡ് ചെയ്ത് വിടണ്ട. അപ്പോൾ അതും കൂടി ചേഞ്ച് ചെയ്ത് തരാം കേട്ടോ. അപ്പോൾ അത്രയും കേസാണ് നമുക്ക് മെയിനായിട്ട് സർവീസുമായി ബന്ധപ്പെടുന്നത്. സർവീസ് വർക്ക് മാത്രമേ ഉള്ളൂ, വേറെ മേജറായിട്ട് യാതൊരു കംപ്ലൈൻറ്റും ഇല്ല. എല്ലാം സർവീസിൽ ഉൾപ്പെട്ട് ജനറൽ സർവീസിൽ ഉൾപ്പെടുന്ന വർക്കുകൾ മാത്രമാണ് നിലവിൽ വണ്ടിക്കുള്ളൂ. അപ്പോൾ അത് നമുക്ക് നോക്കിയിട്ട് ക്ലിയർ ചെയ്ത് തരാം കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ഈ വീഡിയോ എസ്റ്റിമേറ്റ് അടക്കം വാട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്ത് തരാം. നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടണം കേട്ടോ.